അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേം നസീർ സാർ, മധു സാർ, അതുപോലെ അമിതാഭ് ബച്ചൻ, ശിവാജി ഗണേശൻ, നാഗേശ്വർ റാവ് സാർ, രാജ്കുമാർ സാർ, മിസ്റ്റർ മമ്മൂട്ടി, ഭരത് ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ്. വൈകിട്ട് അവിടെ ഫംഗ്ഷനൊക്കെ ഉണ്ട്. ഞാൻ 47 വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് 47 വർഷം നിന്നു. അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ തോന്നിയത്. അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ 47 വർഷം നമ്മൾ നിന്ന ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യണമെന്ന് കരുതിയിട്ടാണ്. ഒരു ഹാപ്പനിങ് ആണ്, അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണ് വിചാരിക്കാം. അങ്ങനെയാണ് ഒരു 3D സിനിമയിലേക്ക് ഞങ്ങളെത്തിപ്പെട്ടത്. 40 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു 3D സിനിമ ഉണ്ടാകുന്നത്. മറ്റ് സിനിമകളൊക്കെ മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം 1-2 സിനിമകൾ അവർ ട്രൈ ചെയ്ത് അത്രയും സക്സസ്ഫുൾ ആയില്ല. മറ്റ് സിനിമകളൊക്കെ 2Dയിൽ നിന്ന് 3D ആക്കിയ സിനിമ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടൈമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല. ശരിക്കും ഇതിനെ പറയുന്നത് നേറ്റീവ് 3D ഷോർട്ട് ഇൻ സ്റ്റീരിയോ ലെൻസസ് ആണ്. അത് പിന്നെ പറയാം. എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ്. ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് മോറലുണ്ട്. അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം. അതൊരു മാജിക് വേൾഡിലൂടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ 47 വർഷം അഭിനയിച്ചു. അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേം നസീർ സാർ, മധു സാർ, അതുപോലെ അമിതാഭ് ബച്ചൻ, ശിവാജി ഗണേശൻ, നാഗേശ്വർ റാവ് സാർ, രാജ്കുമാർ സാർ, മിസ്റ്റർ മമ്മൂട്ടി, ഭരത് നെടുമുടി വേടിച്ചേട്ടൻ, എസ് പി, അങ്ങനെ നിരവധി മഹാരഥന്മാരുമൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരാണ്. എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെത്രമാത്രം മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ്. എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ്. അത് ആദ്യം പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞ പേര്, അദ്ദേഹത്തിൻ്റെ പേര് ഊഡു എന്നാണ്. എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ഊഡു. ഇത് പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ക്യാരക്ടറും ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട്. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല. അത്രയും നന്നായിട്ട് അതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതിനാദ്യമായിട്ട് ഇതിന് രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇതിനെ ഈ ഉടുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ്. അദ്ദേഹത്തിനെ വിളിക്കുന്ന സന്തോഷ്. നമുക്കിതിനെ ഉടനെ ക്രിയേറ്റ് ചെയ്താൽ പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം. ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ലൈബ്രറിയിൽ നിന്നൊരു കമ്പനിയാണ്. അത് പുറത്തുള്ളൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസാണ്. അതിൽ ഒരു മലയാളിയായ തൃശ്ശൂരുകാരനായ JB ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്.
നമുക്ക് ജെ ബിക്ക് ഇവിടെ വരാൻ പറ്റില്ല, അദ്ദേഹം ബോംബെയിലാണ്. ജെ ബി എന്താണ് പറയുന്നത് നോക്കാം. 3D പാർട്ട് സൂപ്പർവൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. When he animated this character, he himself has a humor in him. That's the most important part. We started putting out everything, how to react, every wrinkles and curves of his face, of body, the turns and twist of the body. ഭൂതന്റെ ക്യാരക്ടറിന്റെ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് more than 150 artists every day. This was a challenge that Lal sir took. I would love to thank Lal sir, Rajiv sir and Andri sir. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. കാര്യം ഒരു ആക്ടറിൻ്റെ കൂടെയാണ് ഇയാൾ നടത്തേണ്ടത്. അപ്പം ഇതിൻ്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം നമ്മൾ ഒരാളെ കൊണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻസ് മുഴുവൻ ഉണ്ടാക്കിപ്പിച്ചു. കൂടു എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം, അദ്ദേഹം ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, സമസൗണ്ട് ചെയ്യുന്നുണ്ട്, അയാളുടെ ബാഗിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്, ഷോൾഡറിൽ കയറിയിരിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്നാലോചിച്ച് ഞങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചു. അദ്ദേഹമാണ് ഊടുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഊടുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വിളിക്കാം മിസ്റ്റർ ഗോപാലനാണ് ഊടിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ഊടുവിന് ശബ്ദം കൊടുക്കണം. ഒരു സാധാരണ ശബ്ദം പോരാ. ഊടുവിന് ഒരു ഹ്യൂമൻ അല്ല. ഊടു ആ സിനിമ കാണുമ്പോഴേ അറിയാവുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ഊടു മാന്ത്രിക ഒരു പാരമ്പര്യത്തിൻ്റെ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധാരണ ശബ്ദം പോലെ മനസ്സിലാകണം. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് ഒരാളെ കിട്ടി. അദ്ദേഹത്തെ ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസി. ഇത്രയും ആൾക്കാരേ ഉള്ളൂ. അപ്പം ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയുടെ ഈ പുതിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ സിനിമ കാണും. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സിനിമകൾ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും. നിങ്ങൾ താങ്ക് യു വെരി മച്ച്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് എനിക്ക് പോകണം. കാര്യം എൻ്റെ ഫ്ലൈറ്റ് 3:55 ഞാൻ മദ്രാസിലേക്കാണ് പോകുന്നത്. അപ്പം വളരെയധികം സന്തോഷം. എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ, ക്രിസ്തുമസ് ആശംസകൾ. എല്ലാവർക്കും എന്തായാലും ആ ക്രിസ്തുമസ് ദിനത്തിൽ ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് ബറോസ്. താങ്ക് യു.